പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായേക്കും. CJP സമരത്തിന് നേരെയുണ്ടായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ സഭയിലെത്തി വിശദീകരണം നൽകാതെ വിട്ടുവീഴ്ചയ്ക്കില്ല നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച് ബില്ലുകൾ അവതരിപ്പിക്കാനും പാസാക്കാനുമാണ് സർക്കാരിന്റെ ആലോചന. പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ 2 ബില്ലുകൾ മാത്രമാണ് ഇരുസഭകളിലും ചർച്ചയ്ക്കെടുത്തത്. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രസ്താവന നടത്തുക വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള പെല്ലറ്റ് ആക്രമണത്തിലടക്കം അത് ഇതുവരെ നടന്നിട്ടില്ല. പ്രതിപക്ഷം അത് കൂടുതൽ കടുപ്പിക്കുകയാണ്. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രതിപക്ഷം സഭയിൽ പറയുകയാണ്. മറ്റൊന്ന്, ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇപ്പൊ 2 ബില്ലുകൾ എന്ന് പറയുമ്പോൾ ഈ വിദ്യാഭ്യാസ പരീക്ഷ ഇതുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് വന്ദേ ഭാരത് ബില്ലുമായി ബന്ധപ്പെട്ടും ഇതിലൊക്കെ പ്രതിപക്ഷത്തിന് വലിയ അതൃപ്തിയുണ്ട്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ നിലപാട് CJP സമരത്തിൽ വലിയ തോതിൽ പെല്ലറ്റ് ഗൺ അടക്കം ഉപയോഗിച്ച് പോലീസ് അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യം ആരാണ് ഇതിനൊക്കെ നിർദ്ദേശം നൽകിയത്? ദില്ലി പോലീസ് അമിത്ഷായുടെ കീഴിലാണ്, ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. അതുകൊണ്ട് അമിത്ഷാ സഭയിലെത്തിയ ഒരു വിശദീകരണം നൽകണം, ഒരു പ്രസ്താവന നൽകണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരും, പ്രതിഷേധം സഭയിൽ ഉണ്ടാകും എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുകയാണ്. ഇതിനൊപ്പമാണ് ബില്ലുകൾ പാസാക്കിയെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം. നേരത്തെ പൊതുപരീക്ഷാ ബിൽ വലിയ ബഹളങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിനിടെ ലോക്സഭയിൽ പാസാക്കി. ഇന്നലെ രാത്രിയോടെ തന്നെ രാജ്യസഭയിലും ഈ പ്രതിപക്ഷ പ്രതിഷേധം വകവയ്ക്കാതെ ബില്ല് പാസാക്കിയെടുക്കുന്ന കാഴ്ച കണ്ടു. ഇന്നലെ ഈ പ്രതിഷേധം നടന്ന് ശബ്ദകോലാഹലങ്ങൾക്കിടെയാണ് വന്ദേ മാതരം ബില്ല് പാസാക്കുന്നത്. വന്ദേ മാതരത്തിനെ അധിക്ഷേപിച്ചാൽ കൂടുതൽ ശിക്ഷ ഉറപ്പാക്കുന്ന, വന്ദേ മാതരത്തിന് കൂടുതൽ പ്രസക്തി നൽകുന്ന ബില്ലാണ് ഇന്നലെ ലോക്സഭയിൽ പാസാക്കിയത്. ഇന്ന് രാജ്യസഭയിലേക്ക് വരുമെന്ന് കരുതുകയാണ്. ഏതായാലും വലിയ അതൃപ്തിയിലും പ്രതിഷേധത്തിലുമാണ് പ്രതിപക്ഷം സഭയിലുള്ളത്. ഇന്നും കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളും. പ്രത്യേകിച്ച് 2 കാര്യങ്ങളിൽ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കും. ഇതിനൊപ്പം തന്നെ E20 പെട്രോൾ നയത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഒന്ന്. മറ്റൊന്ന് അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഇതിൽ 2 ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട് രാവിലെ തന്നെ കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട്. ചർച്ചയ്ക്കെടുത്തില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും. രാവിലെ പാർലമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പാർലമെന്റിന്റെ സമീപത്തുള്ള മഗർദ്വാറിൽ സമരം നടത്താനുള്ള തീരുമാനവും ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ എടുത്തിട്ടുണ്ട്. ഏതായാലും 2 സഭകളും പ്രക്ഷുബ്ധമാകുന്നതായിരിക്കും ഇന്നും നമ്മൾ കാണുന്ന കാഴ്ച. റോഷൻ, ആദിൽ പാലോടാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.